ആർക്കും പൈസ വേസ്റ്റ് ആയ പോലെ തോന്നത്തില്ല. എങ്ങനെ മനസ്സിലായില്ല? ആക്ഷൻ ആണ്, കുറച്ച് റോ വയലൻസ് ഉണ്ട്, അതല്ലാതെ ഒരു എന്റർടൈനിങ് ഫിലിമാണ്. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. ആരെ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മധു സുരേഷ് ഉള്ളോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ മനോഹരമായിരുന്നു. മാസ് ആക്ഷൻ പരിപാടിയാണ്, ഫുൾ ത്രൂ ഔട്ട് മാസ് ആക്ഷൻ പരിപാടി. കളക്ഷനോ ഹൗസ്ഫുൾ ആണ് സർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. അടുത്തൊരു രാജമൗലി ഓർ ഈവൻ ബെറ്റർ ലെറ്റ്സ് സേ ദാറ്റ്. നമ്മളെപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിലെ സീനിയേഴ്സ് സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്സ് ബ്രേക്ക് ചെയ്യാനാണല്ലോ നോക്കുന്നത്. അതൊരു കളറ് പരിപാടി ആയിരിക്കും എന്നെ. പടം കൊള്ളാതെ അടിപൊളിയെന്ന്. പടത്തെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പടം കണ്ടിട്ട് എന്നെ ആരും ചീത്ത വിളിക്കില്ല, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെയായിട്ടും പുച്ഛം അല്ലേ? മിഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കാനുള്ള റീസോഴ്സ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ വുഡ് ഹാവ് ബീൻ മൈ ബാഹുബലി. വേണോ സാർ? വേണം. ഞങ്ങൾ ഒന്നൊരെണ്ണ ഗണ്ടകളല്ല, പക്ഷെ ഇതില് അനാഥനല്ല, സ്റ്റിൽ ഗണ്ടകളാണ്. എന്തെങ്കിലും ഞാൻ സെൻസിബിൾ ആയിട്ട് പറഞ്ഞ അതിന്റെ അടിയിലപ്പോ നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സ്മൈലിയുടെ ഇതായിരിക്കും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോ ഇദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര രസാ. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. കാരണം മലങ്കൾട്ട് ഈസ് മലങ്കൾട്ട്, പ്യുവർ മലങ്കൾട്ട്. അതിൽ ഒരു എണ്ണം പറഞ്ഞ മലങ്കൾട്ടാണിത്. പുള്ളിയുടെ പടങ്ങൾ ഇനി എനിക്കൊരു ഹരാണത്. ഞാൻ മറ്റേ പടം അനാഥരാണ് കൊണ്ടുപോകണമെന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇനി മുതൽ മാധവ് സുരേഷിന്റെ ഒറ്റ സിനിമ വിടൂല. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇറ്റ്സ് എ പ്യുവർ ബ്ലിസ്. കാരണം മലങ്കൾട്ടായിട്ട് പാക്കേജ് ആയിട്ട് ഇങ്ങ് തരുമോ? പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. പോയി അടുത്ത കേസുമായി വാ.